മാമാങ്കം മഹാമാഘ ഉത്സവം കുംഭമേളകളുടെ ഉദ്ഭവം. തിരുനാവായയിലെ പ്രപഞ്ചോർജ മഹാസംഗമം. BC 4000 ശേഷം ഗംഗാ നദിയിലേക്ക് വ്യാപിക്കുന്നതിന് മുൻപ് ആയിരക്കണക്കിന് വർഷങ്ങളായി കുംഭമേളയ്ക്ക് സമാനമായ ഉത്സവം തിരുനാവായയിൽ നടന്നിരുന്നു. എന്നാൽ പുരാതനമായ തിരുനാവായയുടെ ഈ പ്രതാപത്തെക്കുറിച്ച് ഇന്ന് ആർക്കും അറിയില്ല. തിരുനാവായയുടെ ശരിയായ പേര് തിരുനാവാഴം എന്നായിരുന്നു. ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായ ക്ഷേത്രത്തിന് ഗുരുവായൂർ ക്ഷേത്രത്തേക്കാൾ 7000 വർഷം കൂടുതൽ പഴക്കമുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ വായനശാല ഈ ക്ഷേത്രത്തോട് ചേർന്നുണ്ടായിരുന്നു. 12000 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ ബ്രഹ്മദേശം തീയദാനവ രാജാക്കന്മാർ കോഴിക്കോട് തലസ്ഥാനമാക്കി ലോകം മുഴുവൻ ഭരിച്ചിരുന്നു. പുരാതന ലോകത്തിന്റെ ശില്പികളായിരുന്നു കേരളത്തിലെ രാജാക്കന്മാരായിരുന്ന വിരോചനൻ, മഹാബലി, സ്വർബാനു ജൂനിയർ, കാലനേമി ജൂനിയർ എന്നിവർ. അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മാച്ചു പിച്ചു, ബാൽബെക് ക്ഷേത്രം, ഈജിപ്തിലെയും സുഡാനിലെയും പിരമിഡുകൾ തുടങ്ങിയ കൂറ്റൻ നിർമ്മിതികൾ ഇവർ നിർമ്മിച്ചതാണ്. 10600 BCയിൽ മഹാബലി രാജാവാണ് മാമാങ്കം ആരംഭിച്ചത്. ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായയിൽ വെച്ച് 12000 വർഷത്തിലേറെയായി 28 ദിവസം വീതം മുടങ്ങാതെ ഈ ഉത്സവം നടന്നുപോന്നു. ഇതൊരു അന്താരാഷ്ട്ര സാംസ്കാരിക ഉത്സവമായിരുന്നു. വ്യാപാരങ്ങൾക്കും കരാറുകൾക്കും വേണ്ടിയുള്ള ഒരു പ്രധാന അവസരമായിരുന്നു ഇത്. അമിതമായ മണൽ ഖനനം കാരണം ഇന്ന് ഭാരതപ്പുഴ നശിച്ചു പോയിരിക്കുന്നു. 500 വർഷങ്ങൾക്ക് മുമ്പ് ഇത് അതിശക്തമായ ഒരു നദിയായിരുന്നു. ഭൂമിയിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണിത്. ഇത് ദിവ്യദേശം, അനുഗ്രഹീത ഭൂമി എന്നറിയപ്പെടുന്നു. പുരാതന കാലം മുതൽ കളരി സംസ്കാരം നിലനിന്നിരുന്നതിനാൽ മാമാങ്കത്തിൽ കോഴിക്കോട് രാജാവിനെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ ആർക്കും സാധിച്ചിരുന്നില്ല. 1766 ഏപ്രിൽ 27-ന് റോത്ത് ചൈൽഡ് നടത്തിയ തികച്ചും നീതിയില്ലാത്ത ഒരു യുദ്ധത്തിൽ തന്റെ മാനം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് രാജാവ് ആത്മഹത്യ ചെയ്തു. ഇതോടെ 12000 വർഷം നീണ്ടുനിന്ന ആ പാരമ്പര്യം അവസാനിച്ചു. രാജാവിന്റെ മരണശേഷം മാമാങ്കത്തിന്റെ പ്രതാപം എന്നേക്കുമായി ഇല്ലാതാക്കാൻ ജർമ്മൻ ബാസൽ മിഷൻ ആ വിശുദ്ധ സ്ഥലത്ത് കോടയ്ക്കൽ ഓട്ട് കമ്പനി നിർമ്മിച്ചു. രാജകൊട്ടാരത്തെ കോമൺവെൽത്ത് ട്രസ്റ്റ് ലിമിറ്റഡ് കെട്ടിടമാക്കി മാറ്റുകയും ചെയ്തു. രാജാവിന്റെ ശിവക്ഷേത്രം പിന്നീട് ഒരു CSI കത്തീഡ്രലായി മാറ്റപ്പെട്ടു. അവിടുത്തെ ശിവലിംഗം പള്ളിക്കുള്ളിലെ പ്രസംഗപീഠത്തിന് താഴെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത്. ഒരു രാജാവിനെ പെരുമാൾ അഥവാ സുപ്രീം വാറിയർ അഥവാ ചക്രവർത്തിയാക്കി മാറ്റുന്നതിനായുള്ള വീര്യത്തിന്റെ പരീക്ഷണമായിരുന്നു മാമാങ്കം. ചാകാൻ വരുന്നവർ എന്ന് അറിയപ്പെട്ടിരുന്ന ചാവേറുകൾ നിലപാട് തറയിൽ വെച്ച് കോഴിക്കോട് രാജാവിനെ വെല്ലുവിളിച്ചിരുന്നു. ഉത്സവം അവസാനിക്കുമ്പോൾ മരിച്ചു വീണ ചാവേറുകളുടെ ആത്മാക്കളെ 6ാമത്തെ ആകാശ തലത്തിലേക്ക് വരെ മോചിപ്പിക്കാനായി ആനകളെ കൊണ്ട് അവരുടെ തലയോട്ടി തകർക്കുമായിരുന്നു. ഇവരുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ അടുത്ത 12 വർഷത്തേക്ക് മണിക്കിണറിൽ സൂക്ഷിച്ചിരുന്നു. വള്ളുവനാടിന്റെ തലസ്ഥാനം ഇന്നത്തെ അങ്ങാടിപ്പുറം ആയിരുന്നു. പ്രസിദ്ധമായ തിരുമാന്ധാംകുന്ന് ക്ഷേത്രം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. തിരുനാവായയിലേക്ക് അയക്കേണ്ട അവസാന ചാവേറു സംഘത്തെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള പോരാട്ടങ്ങൾ നടന്നിരുന്നത് ഇവിടെയായിരുന്നു. കോഴിക്കോട് പെരുമാൾ രാജാവിന്റെ കൈകളാൽ ഫൈനലിൽ വധിക്കപ്പെടുന്നത് വലിയൊരു ബഹുമതിയായാണ് കരുതിയിരുന്നത്. 6000 വർഷങ്ങൾക്ക് മുൻപ് വറ്റിപ്പോയ സരസ്വതി നദീതടത്തിൽ നിന്നും 4 വേദങ്ങളും 108 ഉപനിഷത്തുകളുമായി കേരള നമ്പൂതിരിമാരെയും കൂട്ടി പരശുരാമൻ കേരളത്തിലേക്ക് വന്നു. ഈ പുസ്തകങ്ങൾ സൂക്ഷിക്കാനായി അവർ ആദ്യം എത്തിയത് തിരുനാവായ ലൈബ്രറിയിലായിരുന്നു. സംസ്കൃതവും വേദപഠനവും നൽകിയിരുന്ന ഓത്തന്മാർ മഠം എന്ന വൈദിക വിദ്യാലയം ഒരിക്കൽ ഇതിന്റെ ഭാഗമായിരുന്നു. അത് ഇന്നും അവിടെയുണ്ട്. 1743-ൽ പുസ്തകങ്ങളെല്ലാം തീപിടുത്തത്തിൽ നശിച്ചുവെന്ന് നാട്ടുകാരെ വിശ്വസിപ്പിക്കാനായി റോത്ത് ചൈൽഡ് തിരുനാവായ ക്ഷേത്രത്തിലെ വായനശാലയ്ക്ക് തീയിട്ടു. എന്നാൽ വേദങ്ങളിലെ സാങ്കേതിക ഭാഗങ്ങളായ ആരണ്യകങ്ങളും ബ്രാഹ്മണങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ പുസ്തകങ്ങളും അവിടെ നിന്നും ജർമ്മനിയിലേക്ക് കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു. വീണ്ടും 1761-ൽ ഹൈദർ അലി തിരുനാവായ ക്ഷേത്രത്തിന് തീയിടുകയും അത് പൂർണ്ണമായും തകർക്കുകയും ചെയ്തു. ക്ഷേത്രത്തിന്റെ ഭൂഗർഭ അറകളിൽ ഒളിപ്പിച്ചിരുന്ന സ്വർണം തേടിയായിരുന്നു അദ്ദേഹം ഇത് ചെയ്തത്. തിരുനാവായ ലൈബ്രറി പിന്നീട് പുനർനിർമ്മിച്ചു. എങ്കിലും കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ശൃംഗേരി മഠത്തിൽ നിന്നും ശേഖരിച്ചിരുന്ന അസൽ രേഖകൾ 2ാം തവണയും നമുക്ക് നഷ്ടമായി.
കേരള നമ്പൂതിരിമാർക്ക് ഭൂമി ദാനം ചെയ്യുന്നതിനെ എതിർത്തതിനാൽ താൻ വധിച്ച ഹിന്ദു തീയ ക്ഷത്രിയർക്കായി പരശുരാമൻ ഈ സ്ഥലത്ത് തിരുനാവായയിൽ വെച്ച് ശ്രാദ്ധം നടത്തി. തിരുനാവായയിൽ ഭാരതപ്പുഴയ്ക്ക് ഭൂമിക്കടിയിലൂടെ ഒഴുകുന്ന ഒരു ഭാഗമുണ്ടായിരുന്നു. അത് ജലത്തിന്റെ ഒഴുക്കിനെ ഒരു മോബിയസ് ആകൃതി സൃഷ്ടിച്ചിരുന്നു. ഈ സങ്കീർണമായ രൂപഘടന വൻതോതിലുള്ള സ്കെയിലിയർ ഊർജം പുറപ്പെടുവിച്ചിരുന്നു. ഇത് മരിച്ചവരുടെ ആത്മാക്കളെ ഉയർന്ന ആകാശ തലങ്ങളിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാൻ സഹായിച്ചു. വിപുലമായ ബോധമണ്ഡലത്തിൽ അഥവാ പരമാത്മാവിന്റെ പ്രഭാവലയത്തിൽ ഇടയ്ക്കിടെ ഇരുണ്ട ഇടങ്ങൾ രൂപപ്പെടാറുണ്ട്. ചിതറിപ്പോയതോ അശുദ്ധമായതോ ആയ മനുഷ്യ ചിന്തകൾ കാരണം ഈ ഭാഗങ്ങളിൽ അമിതമായ ക്രമക്കേടുകളും പരസ്പര ബന്ധമില്ലായ്മയും അനുഭവപ്പെടുന്നു. കുംഭമേളയുടെ സമയത്ത് ഹിമാലയത്തിൽ നിന്നുള്ള ഉയർന്ന ഊർജമുള്ള ആത്മാക്കൾ നദിയിൽ പുണ്യസ്നാനം നടത്താനായി എത്തുന്നു. ഈ പുണ്യസ്നാനം ഭൂമിയുടെ ബോധമണ്ഡലത്തിന്റെ പ്രഭാവലയത്തെ അറ്റകുറ്റപ്പണി നടത്തി ശുദ്ധീകരിക്കുകയും അതിലേക്ക് പുതിയ ഊർജം പകരുകയും ചെയ്യുന്നു. ഇതൊരു ഭൗതികമായ ശുചീകരണ പ്രക്രിയയല്ല, മറിച്ച് ജലത്തിൽ സ്കെയിലിയർ ഊർജം നിറയ്ക്കുന്ന ഒരു രീതിയാണ്. ജലചക്രത്തിലൂടെ ലോകമെമ്പാടും വ്യാപിക്കുന്ന ഒരു രോഗശാന്തി മണ്ഡലം ഇതിലൂടെ രൂപപ്പെടുന്നു. ഇത് ശരീരത്തിലെ 98% ജങ്ക് DNA കുറയ്ക്കാൻ സഹായിക്കുമെന്നും കരുതപ്പെടുന്നു.